ഗുഡ് മോർണിംഗ് ഫോക്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ആയില്യം നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം. അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അവർക്ക് എന്താണ് സിറ്റുവേഷൻ, ഇനി നിയർ ഫ്യൂച്ചറിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ഇവർക്ക് എന്താണ് അവരുടെ ഒരു സംഭവിക്കാൻ പോണത്, എങ്ങനെയാണ് അവർ അവരുടെ ലൈഫും പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് എപ്പോഴും ചെയ്യാറുള്ള പോലെ കുറച്ച് കാർഡ്സ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹെർമിറ്റ്, അത് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 3 ഓഫ് സ്വോർഡ്സ്, 2 ഓഫ് സ്വോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിൽ, 9 ഓഫ് പെൻറ്റക്കിൾസ്, ദ സൺ. ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോന്നിൻ്റെ ആയിട്ട് മീനിങ് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാർഡ്സ് കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾ കുറച്ച് മുമ്പ് വരെ ഒരു ലോൺലിനെസ്സാണ് നിങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് മേ ബി കുറച്ച് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകളും അതുപോലെ തന്നെ കുറച്ച് ഇമോഷണലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് കാർഡ്സിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണത് നിങ്ങൾ കുറച്ച് ലോൺലി ആയിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക, ഫാമിലി അടുത്തില്ലാതെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പൈസയായിട്ട് ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ളവർക്ക്, ഒരു പാർട്ട്നേഴ്സ് ഇല്ലാത്ത വർക്ക്, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് അധികം ഫ്രണ്ട്സൊന്നും ഇല്ലാതെ അങ്ങനെ ആയിരുന്നിരിക്കണം നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പുതിയ പാർട്ട്നേഴ്സ്, ഓഫീസിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓഫീസിനോ അല്ലെങ്കിൽ വർക്കിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒരു പുതിയ പാർട്ട്ണറിനെയോ അങ്ങനെ എന്തോ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ നേരത്തെ ഉണ്ടായിരുന്ന ലോൺലിനെസ് ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോൺലിനെസ് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. മേ ബി പാർട്ട്ണർക്ക്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ചിലപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു നിങ്ങൾക്കും ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഈ ഒരു ജോലി വേറെ സ്ഥലത്തായതുകൊണ്ട് എന്നാണ് ഈ കാർഡ്സ് കാണിക്കണത്. ഈ ഫാമിലിയിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ആകെ ഒരു കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ കുറച്ച് ബെറ്ററായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിയർ ഫ്യൂച്ചറിൽ ഈ ഇമോഷണൽ പ്രോബ്ലംസ്, ലൈഫ് പാർട്ട്ണറായിട്ടുള്ള ഇമോഷണൽ പ്രോബ്ലംസ് കുറച്ച് സോൾവ് ആവാൻ ഉള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് ബെറ്റർ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 2 ഡിസിഷൻസ് മേ ബി ഇപ്പോൾ ഉള്ള വർക്ക് അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ്, ഈ രണ്ടും തമ്മിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. അതിലേത് വേണമെന്ന് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ ഇപ്പോൾ എന്നാണ് ഈ കാർഡ്സ്. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് മൊത്തത്തിൽ ഫാമിലിയിലൊരു സംശയമുണ്ട് നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് അത് ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടുമായിരിക്കാം. ഈ പുതിയ പ്രോജക്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ, അതിൻ്റെ ഒരു കൺഫ്യൂഷനായിരിക്കാം. അപ്പോൾ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിങ്ങൾ നിൽക്കണ പോലെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. കാരണം ഈ 2 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടി വരും, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, നേരത്തെയുള്ള ജോലിയാണോ അല്ലെ ഇപ്പോൾ ഉള്ള പുതിയ ജോലിയാണോ എന്നുള്ളത്. നിങ്ങളുടെ ആങ്സൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മുഴുവൻ പോവോ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസ മുഴുവൻ പോവോ എന്നുള്ളൊരു ആങ്സൈറ്റിയും ഫിയറും നിങ്ങൾക്കുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ കാർഡ്സ് കാണിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പുതിയ ഒരു സംരംഭം ആരംഭിക്കുകയാണെങ്കിലും അതിൽ നല്ല പ്രോസ്പെക്ട്സ് ഉണ്ടാവും തന്നെയാണ് കാണിക്കുന്നത്. നല്ല ഹാപ്പിനെസ് ഉണ്ടാവും, ഇമോഷണലിയും ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ പ്രൊജക്റ്റ്, ഇപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, എന്തോ ഒന്ന് വരാനുണ്ട് നിങ്ങൾക്ക്, ഒരു നല്ലൊരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങളൊരു ഡൈലമയിലാണ് ഇപ്പോൾ, അത് വേണോ വേണ്ടേ എന്നുള്ള. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾക്കത് താല്പര്യമുണ്ട്, നിങ്ങൾ വളരെ എൻതൂസിയാസ്റ്റിക് ആണ് അതുമായിട്ട് മുന്നോട്ട് പോകാൻ. പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ പൈസ ഇല്ലാണ്ടാവുമോ അല്ലെങ്കിൽ ഉള്ള പൈസയൊക്കെ പോവോ, ഉണ്ടാക്കിയ പൈസയൊക്കെ പോവോ. ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇമോഷണലായിട്ട് ബന്ധപ്പെട്ട കാർഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജോലിയുടെ കാരണം കൊണ്ട് തന്നെ ഫാമിലിയായിട്ട് അകന്ന് നിൽക്കേണ്ടി വരുമോ, അങ്ങനത്തെയൊക്കെ ഒരു ആങ്സൈറ്റിയാണ് നിങ്ങൾക്ക്, ഫാമിലി മെമ്പേഴ്സിനും ഉള്ളത്, നിങ്ങൾക്കും ഉള്ളത്.
അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കിനി പുതിയ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് നല്ല തന്നെയാണ് വരാൻ പോണത് എന്നാണ് ഞാൻ ഈ കാർഡ്സ് എന്ന് മനസ്സിലാക്കണത്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർ ജൂലൈ മാസത്തെ റീഡിംഗ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയണത്, കാരണം ഒരുപാട് വലിച്ചു നീട്ടുന്നതിൽ അർത്ഥമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓരോരുത്തരുടെ പ്രോബ്ലംസ് ഓരോന്നാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞത് വളരെ ജനറലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കുറേയൊക്കെ ശരിയാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ ടൈം. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്.